റബീഉൽ അവ്വൽ മാസങ്ങളിൽ മാത്രം കണ്ടുവരാറുള്ള ഒരു പ്രത്യേക തരം കരച്ചില്. അതിങ്ങട് കേൾക്കുമ്പോണ്ടല്ലോ, ഓ എന്റെ സാറേ, ആരതാന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരവായി, അതോടൊപ്പം വഹാബികളുടെ കൂട്ടക്കരച്ചിൽ തുടങ്ങാറുമായി. കല്യാണ വീടുകളിൽ നമ്മൾ അലങ്കാര ലൈറ്റുകളും മറ്റു അലങ്കാരപ്പണികളും ചെയ്യും. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന മറുപടി എന്താണ്? മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, മക്കളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്. സമ്മേളന നഗരികളിലും ഇതേ പ്രകാരം തന്നെ നമ്മൾ കളർ ലൈറ്റുകളാൽ അലങ്കരിക്കാറുണ്ട്, ഭംഗിക്ക് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ പോട്ടെ, നമ്മുടെ വീടുകളിൽ ആവശ്യത്തിനപ്പുറം പല കളറിലും പല മോഡലുകളിലും അലങ്കാര ലൈറ്റുകൾ വെക്കുന്നുണ്ട്. എല്ലാം വെക്കുന്നത് സന്തോഷത്തിന്, ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന സംഗതികളാണ്. ഇതേ ലൈറ്റുകളും ഇതേ അലങ്കാരങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ ഏതെങ്കിലും പള്ളികളിലോ മദ്രസകളിലോ വീടുകളിലോ നാടുകളിലോ വെച്ച് കഴിഞ്ഞാൽ ഹറാം. എന്റെ പൊന്നാര വഹാബികളെ, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമാണോ അല്ലെങ്കിൽ വൈരാഗ്യമാണോ? 11 മാസം നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. 12ാമത്തെ മാസം കണ്ട് വന്ന അപ്പൊ തുടങ്ങും ഒറ്റക്കായും കൂട്ടമായൊക്കെ കരച്ചിലോട് കരച്ചില്. എന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ലൈറ്റിടൽ ഹറാം, അല്ലെങ്കിൽ പരിപാടി നടത്തൽ ഹറാം, എല്ലാം ഹറാം, ശിർക്ക്, കുഫ്ർ. എടോ 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 എടോ, എന്ത് പാടേ ഇത്? ഒന്ന് മാറ്റിപ്പിടിയടേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം.